हाँ तो लीजिए, आपकी बात समझ में आ गई है और आपकी फरमाइश पर पेश किया जा रहा है वो गाना जिसके लिए ये बता देना मैं जरूरी समझता हूं कि इस गाने पर पंडित आदित्य वर्मा को बेस्ट हिंदुस्तानी क्लासिकल सिंगर का नेशनल अवार्ड मिल चुका है। ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ആരോ വരുന്നുണ്ട്. ഇവിടെ ആര് വരാനാ? നമസ്കാരം സാർ. നമസ്കാരം. വരൂ. എവിടെ നിന്നാണ്? ഞാൻ സിറ്റിയിൽ നിന്ന് വരിക. എന്നെ കാണാൻ തന്നെ വന്നതാണോ? അങ്ങനെ ചോദിച്ചാ ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞ സാർ ഇവിടെ താമസിക്കുന്നു. സാറിന്റെ പാട്ടുകൾ ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോ നേരിട്ട് കാണുമെന്ന് തോന്നി. ഓ സോറി 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 റിയലി സാർ. ഞാൻ അപ്പോ നേരിട്ട് കാണണം തോന്നി. റിയലി ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് സർ. സാറിനെ പോലെ ഒരാൾക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇത്ര നല്ല കാറ്റ് എവിടെ നിന്ന് വരുന്നത്? കടത്തീരല്ലേ? ഓ കറക്റ്റ് എക്സാക്ട്ലി. അപ്പോ മകളാണല്ലേ? അതെ. ഐ എം പ്രകാശ്. ഞാൻ കൃഷ്ണ. കൃഷ്ണ? ഇറ്റ്സ് എ സ്ട്രേഞ്ച് നെയിം. എന്ത് ചെയ്യുന്നു? അച്ഛനെ പോലെ തന്നെ മ്യൂസിക്? ഞാനൊരു ടീച്ചറാണ്, മ്യൂസിക് ടീച്ചർ അല്ല. ഞാൻ മാറ്റിലേക്ക് വരാം. ഞാനിവിടെ ടി വി സെന്ററിൽ വർക്ക് ചെയ്യുക. സാറിനെ കാണാമെന്നത് ശരിക്കും ഒരു ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടിയാ. എന്താ? ദൂരദർശൻ സാറിനെ പറ്റി ഒരു ഡോക്യുമെന്ററി പ്ലാൻ ചെയ്തിരിക്കുക. എന്നെയാണ് അതിന്റെ ചാർജ് ഏൽപ്പിച്ചിരിക്കുന്നത്. സാറിന്റെ അനുവാദം കിട്ടിയാ? ക്ഷമിക്കണം, എനിക്ക് താല്പര്യമില്ല. സാർ ആദ്യം ഇങ്ങനെ പറയുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് വന്ന് കാര്യങ്ങൾ സംസാരിച്ച്. നിങ്ങൾ നേരിട്ട് വന്ന് സംസാരിച്ചാൽ എന്റെ അഭിപ്രായം മാറാൻ മാത്രമുള്ള ബന്ധവും അടുപ്പമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. ഉവ്വ ഇല്ല ഇല്ല. എന്നാലും സാർ ഒന്നുകൂടി ആലോചിച്ച ഞാൻ ഇനി ഒരിക്കൽ വരാം. ഇക്കാര്യത്തിന് വേണ്ടി ഇനി ബുദ്ധിമുട്ടണമെന്നില്ല. വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല വേറെ. ഓ ചായ. അങ്ങേര് സാധ്യമല്ലെന്ന് പറഞ്ഞ പിന്നെ എനിക്കെന്ത് ചെയ്യാനൊക്കും? എനിക്കും ഇയാളുടെ കാല് പിടിക്കാനൊന്നും. അല്ല, അയാൾ എന്ത് പാട്ടുകാരാണെന്ന് പറയുന്നത്? എന്തോ മാങ്ങാത്തിൽ ഹിന്ദുസ്ഥാനി പാടിയിട്ടുണ്ട്. അങ്ങേരെ ആളൊരു മുരടനായി ഞങ്ങൾ എന്ത് വേണം? പോയി ചാവണോ? ശരി നിർത്തിയാണ് വർത്താനം ചൊറിഞ്ഞു. മിസ്റ്റർ മൂർത്തി, ഞാൻ മാക്സിമം സോഫ്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് ഒരു തരത്തിൽ എടുക്കില്ലെന്ന് വെച്ചാ ഇതൊന്നും ആ പെരട്ട് തള്ള ഡയറക്ടർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വെച്ചാൽ കുറെ ലിഫ്റ്റിക്കിനുണ്ട് പോരും. ഓരോ വൃത്തിയേട്ടവന്മാര് പാട്ട് പാടും, അതല്ലെങ്കിൽ നാസരം വായിക്കും, അതിന്റെ പിന്നാലെ ദൂരദർശനും പോവാ. നമുക്ക് ഈ പണി പറ്റില്ല. ഞാൻ പോവട്ട. ഹലോ പ്രകാശ്. ഞാൻ കൃഷ്ണയാണ്. ആദിത്യവർമ്മയുടെ. ആ മനസ്സിലായി. എന്താ കാര്യം? വരാമെന്നോ? എനിക്ക് നിങ്ങളെ നേരിട്ട് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ ഞാൻ വരുന്നു. ആരാ? ആ ഹിന്ദുസ്ഥാനിയുടെ മോള. ആണോ? എന്നാ നല്ല വാക്ക് പറഞ്ഞ അവളെ വിളിച്ചിട്ട് 4 നല്ല വർത്താനാണ് പറയാ. അപ്പോഴേ തന്തി മോളും പഠിക്കുള്ളൂ. പറയല്ലേ? പിന്നെ ഞാനില്ലട നിന്റെ കൂടെ. വൈകുന്നേരം ഞാൻ വന്നോട്ടെ. നമുക്ക് സോറി, ബുദ്ധിമുട്ടായില്ലേ? ഇറ്റ്സ് ഓക്കെ. എന്താ കാര്യം? അച്ഛനെ കുറിച്ച് തയ്യാറാക്കാമെന്ന് പറഞ്ഞ ആ പ്രോഗ്രാമിന്റെ. അതെ,
ഈ പ്രോഗ്രാം ചെയ്യാന്നൊക്കെ പറയുന്നത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യമൊന്നുമല്ല. ഓഫീസിൽ നിന്ന് കിട്ടുന്ന പല അസൈൻമെന്റ് കൂട്ടത്തിൽ ഒന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഞാനിത് ആദ്യമായിട്ടൊന്നുമല്ല കലാകാരന്മാരെ വെച്ച് പ്രോഗ്രാം ചെയ്യുന്നത്. അയ്യോ മിസ്റ്റർ പ്രകാശ്, കർണാടക സംഗീതത്തിൽ അതിപ്രഗത്ഭരായ ത്യാഗരാജ ഭാഗവതർ, ചെമ്മാങ്കുടി ശ്രീനിവാസയ്യർ, ചെമ്പൈ വൈദ്യനാഥൻ, എം എസ് സുബ്ബലക്ഷ്മി, പണ്ഡിറ്റ് രവിശങ്കർ, സുബിൻ മേത്ത, വയലാർ, കണ്ണദാസ്, കുന്നക്കുടി വൈദ്യനാഥൻ, വയലിൻ. എന്തിന് കഴിഞ്ഞ ആഴ്ച യേശുവാസിനെ വെച്ച് ഞാൻ പ്രോഗ്രാം ചെയ്തുള്ളൂ. പക്ഷെ അവരെല്ലാം വളരെ മാന്യമായ രീതിയിലാണ് എന്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളത്. തന്റെ അച്ഛനെന്നോട് കാണിച്ചതേ വെറും ചീപ്പ് ജാടയാ. കഴിഞ്ഞോ? പ്രകാശിന്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിൽ ഞാൻ കാണണമെന്ന് പറയുമായിരുന്നില്ല. എനിക്ക് പ്രകാശിനെ അറിയാം. ഐ മീൻ, നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാംസ് എല്ലാം ഞാൻ സ്ഥിരമായി കാണാറുണ്ട്. ഏറ്റവും അവസാനത്തെ ആ ചിൽഡ്രൻസ് പ്രോഗ്രാം വരെ. അന്ന് വീട്ടിൽ വെച്ച് കണ്ടപ്പോ എന്റെ അഭിനന്ദനങ്ങൾ പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ അതിനു മുൻപ് അച്ഛനെ കുറിച്ചുള്ള പ്രോഗ്രാമിന്റെ ഐഡിയ കളഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. വലിയ ജാടയൊന്നും കാണിക്കില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് നിമിഷം റെഡിയാ. ഞാൻ വാക്ക് തരുന്നു. അപ്പോ ഞാൻ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാം. അല്ല, എവിടെ താമസിക്കുന്നു പറഞ്ഞ? ഹോസ്റ്റൽ? എനിക്ക് മെഡിക്കൽ കോളേജിനടുത്തൊരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പോ ഇനി എങ്ങനെ പോവും? നല്ല ചോദ്യം. കാറുള്ള ആൾക്ക് ഒരു ലിഫ്റ്റ് തന്നൂടെ? വാ വാ. ഇവിടെ തന്നെ. ബൈ. ആദ്യമായിട്ട് വന്നല്ലേ, വരൂ, ഒരു കപ്പ് ചായ കുടിച്ചിട്ട് പോകാം. ഇല്ല, പോട്ടെ. വരുന്നേ. വരൂ. കൃഷ്ണ ഒറ്റയ്ക്ക് എവിടെ? അല്ല, ആരാ കൂട്ടിന്? പ്രകാശ്. ഞാൻ വരുന്നതിന് മുമ്പും പോയതിനു ശേഷം പലർക്കും അത്ഭുതമായിരുന്നു. പ്രകാശ് ചോദിച്ച പോലെ എല്ലാരും ചോദിക്കും. പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടേ ഇല്ല. ബോംബെയിൽ ജനിച്ചു വളർന്നുകൊണ്ടാവാം. പിന്നെ അടുത്ത ഫ്ലാറ്റിലെല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ്. അവർക്കാർക്കും എന്റെ കാര്യത്തിൽ ഒരു താല്പര്യമില്ല. പിന്നെ ഞാനൊരു ടിപ്പിക്കൽ ടൈപ്പാണ്. ഈ സിറ്റിയിൽ ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്കാരുമില്ല. ആഴ്ചയിൽ 5 ദിവസം കുട്ടികളുടെ കൂടെ, 2 ദിവസം അച്ഛൻ്റെ കൂടെ. ഓ, ഐ ആം സോറി. പ്രകാശ് ഇരിക്കൂ, ഞാൻ നല്ല ചൂട് ചായ ഉണ്ടാക്കാം. അമ്മ 4 വർഷം അമ്മ മരിച്ചിട്ട്. കച്ചേരിക്ക് പോകുമ്പോഴെല്ലാം അച്ഛൻ്റെ കൂടെ അമ്മയായിരുന്നു. പൂനെയിലൊരു പ്രോഗ്രാം നടക്കുമ്പോൾ സ്റ്റേജിൽ വെച്ച് അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. അവിടെ വെച്ച് തന്നെ. അതോടെ അച്ഛൻ സംഗീതം നിർത്തി. ആരെല്ലാം നിർബന്ധിച്ചിട്ടും അച്ഛൻ്റെ മനസ്സ് മാറിയില്ല. അച്ഛന് കഴിയില്ല, അതായിരുന്നു സത്യം. അമ്മയുടെ സംസ്കാരം കഴിഞ്ഞ ദിവസം തന്നെ അച്ഛന് ഫസ്റ്റ് അറ്റാക്ക് വന്നു. എല്ലാം കൂടി ആയപ്പോ ബോംബെയിലെ താമസം മതിയാക്കി ഇവിടെ സെറ്റിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചു. എനിക്ക് തോന്നുന്നു ഒരു കണക്കിന് അത് നന്നായെന്ന്. അച്ഛന് വളരെ മാറ്റം വന്നു. ഓ, പ്രകാശിന് ചായ തണുത്തു. ഞാൻ ബോറടിപ്പിച്ചോ? പ്രകാശ്, ഈ ഡോക്യുമെന്ററിയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അച്ഛൻ കുറെ കൂടി ആക്റ്റീവ് ആകും. ഒരാഗ്രഹമേ എനിക്കുള്ളൂ. ഒരിക്കൽ കൂടി അച്ഛന്റെ ലൈവ് പ്രോഗ്രാം നടക്കണം. എന്റെ പഴയ അച്ഛനായി വെള്ളവസ്ത്രം ധരിച്ച് കാശ്മീർ ഷോളും പുതച്ച്
സ്റ്റേജിലൊന്ന് കാണാൻ. നമുക്ക് ശ്രമിച്ചു നോക്കാം. ധാരാളം പേര് ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന് തിരിച്ചു വരുമെന്ന് കാണാൻ. ഞാൻ കൃഷ്ണനെ വിളിക്കാം. പറ്റേ? ശരി, പറ്റേ? ഓക്കെ. നീയോ? ആ, ഞാൻ തന്നെ. എത്ര നേരം ഞാൻ സ്റ്റേഷനിൽ കാത്തു നിന്നു. എന്താ ഒന്ന് വന്നൂടെ? ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. വാ. പാട്ടും കൂത്തും ബഹളവും. മുറിയുടെ ഒരു കോലം കണ്ടില്ലേ? മുറിയുടെ കോലം പോട്ടെ, നീ എന്റെ കോലവും നോക്ക്. നീ പോയ പിന്നെ ഞാൻ നേരെ ചൊവ്വേ ഭക്ഷണം കഴിച്ചിട്ടില്ല. ആഹാരമില്ല, വെള്ളമില്ല, വായുവില്ല. എന്നാൽ അല്പം സ്നേഹം തരാൻ ആരെങ്കിലും അതുമില്ല. മനുഷ്യ ഇവിടെ കത്തി കരിഞ്ഞിരിക്കുക. മനസ്സിലൊക്കെ പോയി. ഇവിടെ ഒരു കുഴപ്പമില്ല, മുമ്പത്തേലും നന്നായിരിക്കുക. ദുഷ്ടേ, നീ എനിക്ക് എന്താ തിന്നാൻ കൊണ്ടിരിക്കുന്നത്? ചോക്ലേറ്റോ കാഡ്ബറീസോ? മോന് ഫാരക്സ് കൊണ്ടുവന്നിട്ടുണ്ട്, കലക്കി തരട്ടോ? എന്താ അത് നിന്ന് പരുങ്ങ, സത്യം പറ. മദ്യം. നീ ഇല്ലാത്തിന്റെ വിഷമം തീർക്കാൻ എനിക്കിതിനെ ആശ്രയിക്കേണ്ടി വന്നു. കൊല്ലും ഞാൻ. ഈ കഴുതേ, മണത്ത് നോക്ക്, കരിങ്ങാലിയുള്ള. ഇനി മോളത്തെ സ്ഥിതി എന്താ നോക്കട്ടെ. അയ്യോ, എന്താ? നീ അറിഞ്ഞില്ലേ? ഇല്ല. ഇങ്ങടുത്തോന്നേ. ഒരാഴ്ചയായില്ലേ കുട്ടാ? നാർന്നു. കുളിക്കാറൂലേ? പോയി കുളിച്ചിട്ട് വാ. ഇപ്പൊ കുളിക്കാൻ പോലെ. ഇതിനൊരു നേരം കാലമില്ലേ? അയ്യടാ, ഇതിന് നേരവും കാലം നോക്കിയാൽ കണിയാരെ കൊണ്ട് മുഹൂർത്തം കുറിപ്പിക്കാം. നീ ഇനി വാ കുട്ടോ. കുറച്ചുകൂടെ അവർ ജോണ. ആ ആ വല്ലപ്പോഴും എടുത്ത് ഒന്ന് പൊടി തട്ടി കളയുക, ശ്രുതി നോക്കുക, തീർന്നു. മ്യൂസിക്കുമായിട്ടുള്ള അച്ഛന്റെ ബന്ധം ഈ നിലയിലായിരിക്കുക. ആര് പറഞ്ഞു? അങ്ങനെയാവാൻ കഴിയോ കൃഷ്ണ? എനിക്ക് സമ്മതിച്ചു. പക്ഷേ അച്ഛൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്, മറ്റുള്ളവരിലേക്ക് പകരുമ്പോഴേ അതിന് പൂർണ്ണതയുണ്ടാവുള്ളൂ. അത് എന്താ നിന്റെ ഭാവം? തർക്കിക്കാനാണെങ്കിൽ ഞാനില്ല. അച്ഛന്റെ ഫീലിങ്സ് എനിക്കറിയാം. വീണ്ടും പാടാൻ ഞാൻ നിർബന്ധിക്കുകയല്ല. അച്ഛനെ കൂട്ടീന്ന് ഒന്ന് പുറത്തിറങ്ങി കാണാൻ വേണ്ടിട്ടാ. എന്റെ മോളെ, നിനക്ക് എന്താ വേണ്ടത്? പ്രകാശ് എന്ന് പറഞ്ഞ കാര്യം. പ്രകാശോ? ഏത് പ്രകാശ്? ആ അതെ, അന്ന് വന്ന് ആ ടിവിയിൽ വർക്ക് ചെയ്യുന്ന. ആ, അച്ഛന്റെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്ക അയാൾ. എനിക്കിനി അതൊന്നും വയ്യ മോളെ. അങ്ങനെ പറഞ്ഞ പറ്റില്ല. ഞാൻ അയാൾക്ക് വാക്ക് കൊടുത്തിരിക്കുക. അങ്ങനെ ഒരു പ്രോഗ്രാം വന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നെന്ന് നമുക്ക് നോക്കാലോ. റെഡിയാണെന്ന് ഞാൻ അയാളോട് പറയട്ടെ? ഒന്നും പറ്റില്ല. ആദിത്യവർമ്മയുടെ കഴിവിനെ കുറിച്ച് ആൾക്കാർ അറിയുന്നത് ഈ മോക്ക് അഭിമാനമല്ലേ അച്ഛാ? ഇതുവരെ റെഡിയായില്ലേ? അവരിതെല്ലാം സെറ്റ് ചെയ്ത് കാത്തിരിക്കുക. ഞാൻ എപ്പോഴേ റെഡിയായി. ഇതാണോ വേഷം? എന്താ ബോധിച്ചില്ലേ? അയ്യ, നല്ല ശേല്. അവർക്ക് ഇന്റർവ്യൂ ചെയ്യേണ്ടതേ വെള്ളിമന കൊല്ലത്തെ ആദിത്യവർമ്മയല്ല,
കേരളത്തിൽ ഒരു കുഗ്രാമത്തിൽ നിന്ന് ഉത്തരേന്ത്യയിലെത്തി ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ വെന്നിക്കൊടി പാറിക്കുകയും ഒട്ടേറെ ബഹുമതികൾ പിടിച്ചെടുക്കുകയും ചെയ്ത പണ്ഡിറ്റ് ആദിത്യവർമ്മയാണ് മൈ ഗ്രേറ്റ് ഫാദർ. നീ എന്നെ കോലം കെട്ടിച്ചേ അടങ്ങുള്ളൂ അല്ലേ? ഈ കോലവും കെട്ടി കുറെ കാലം ബോംബെയിൽ വിലച്ചതല്ലേ, പിന്നെന്താ ഇപ്പൊ ഒരു ചമ്മല്? അയ്യോ, പാൻ ലെഫ്റ്റ്, എല്ലാം ഫീൽഡ് വരണം. ബസ് പ്രേം, ഇതൊക്കെ ഫീൽഡ് ഉണ്ടോ അല്ല കുറച്ചുകൂടി മാറ്റണം അങ്ങോട്ട്? വേണ്ട ഓക്കെ ഈ പ്രശ്നം നോക്ക് ഇവിടെ. ഓക്കെ ഓക്കെ ആ സീ ദിസ് വൺ ലെഫ്റ്റ് ഫ്രണ്ടിലേക്കാ? ആ ഓക്കെ ഓക്കെ അല്ലേ? പിന്നെ നമസ്കാരം സാർ. നമസ്കാരം. കിഷോർ മൈക്ക് എവിടെയാ ഇരിക്കേണ്ടത്? ഇവിടെ ഇരിക്കാം സാർ. തുടങ്ങാം. ആ 1 മിനിറ്റ്. ഓക്കെ, തുടങ്ങിക്കോളൂ. ചില പതിവ് ചോദ്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ടാവുമല്ലോ. പതിവ് ചോദ്യങ്ങളൊന്നുമില്ല. ഞാൻ കൃഷ്ണയുടെ അമ്മയുടെ ഫോട്ടോയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ശരിക്കും ഞാൻ സാറിനെ ബുദ്ധിമുട്ടിച്ചു അല്ലേ? ഏയ്, പതിവ് പോലെ ഒരു ബോറൻ അഭിമുഖപഥമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഞാനും നിങ്ങളോടൊപ്പം എൻജോയ് ചെയ്തു. ഒരാഴ്ച പോയത് അറിഞ്ഞില്ല. എന്നായിരിക്കും പ്രോഗ്രാം ടിവിയിൽ വരിക? ഒന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല, വരും താമസിയാതെ. ഏതായാലും അന്ന് പ്രകാശ് ഇങ്ങോട്ട് വരൂ, നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം. എന്താ മോളെ? അതെ, വരാം. എനിക്ക് സാറിനോട് വേറൊരു കാര്യം പറയാനുണ്ട്. എന്താ അത്? സാറ് പൊതുവേദികളിലേക്ക് പഴയ ഫോമിൽ തിരിച്ചു വരണം. അമ്മയുടെ സ്ഥാനത്ത് സ്റ്റേജിൽ കൃഷ്ണ ഉണ്ടാവുമല്ലോ. ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരുപാട് ഡ്രീം ചെയ്തു. ആ, സാറെന്ത് പറയുന്നു? വരട്ടെ, നമുക്ക് ആലോചിക്കാം. അച്ഛന് ഇഷ്ടപ്പെട്ടില്ലേ? മൂഡ് മാറിയെന്ന് തോന്നുന്നു. ആലോചിക്കാമെന്ന് പറഞ്ഞില്ലേ, അത് ഇംപ്രൂവ്മെന്റിന്റെ തെളിവാ. കൈസായി ബാബുറാം? ठीक है प्रसाद. ബോംബെയിൽ നിന്ന് വരാൻ തുടങ്ങിയപ്പോ ബാബുറാമിന് വലിയ വിഷമമായിരുന്നു. അതെന്താ? അവിടെ ഒരു പെൺകുട്ടിയുമായി റൊമാൻസ്. പക്ഷേ അവസാനം വരെ മനസ്സിൽ വെച്ചേ ഉള്ളൂ, തുറന്നു പറയാൻ ധൈര്യം കാട്ടിയില്ല. പ്രകാശ് എന്താ വിവാഹം കഴിക്കാത്തത്? വിവാഹോ? അയ്യോ, എനിക്കൊരു പ്രേമം വല്ലതും? പ്രേമോ? ഛെ. എന്താ ചിരിച്ച്? ഹേയ്, ഒന്നുമില്ല. പറയുന്നേ. കളിയാക്കരുത്. ഇല്ല. ഭാവി വരനെ കുറിച്ച് സ്വപ്നം കാണാന്ന് പറയാറില്ലേ? പക്ഷെ അതിൽ കൂടുതൽ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചാണ് ചിന്തിക്കാറ്. കളിക്കൊപ്പുകൾ നിറഞ്ഞ ഒരു കൊച്ചുമുറി, ഇളം നീല പെയിന്റ് അടിച്ച ചുവരുകൾ, വിൻഡോസിനെല്ലാം വില്ലീസ് കർട്ടനുകൾ. അങ്ങനൊരു മുറി ഞാൻ അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്യും. മെറി പോപ്പിൻസിലെ ആ 2 കുസൃതികളില്ലേ, അതുപോലെ 2 എണ്ണം. ഹലോ പ്രകാശ്. ആ സുമിയ, എന്താ പറയേ? ഒന്നുമില്ല, ഞാനേ ഈ ആഴ്ച വരില്ല കേട്ടോ. എന്താ കാര്യം? നമ്മുടെ മാധവമാമയുടെ മോളില്ലേ സുജ, അവളുടെ എൻഗേജ്മെന്റാ ഞായറാഴ്ച ഇവിടെ വെച്ച്. നിനക്ക് അവരോട് പറ്റില്ല എന്ന് പറയരുതായിരുന്നോ? അവര് വന്ന് നിർബന്ധം പിടിച്ചിരിക്കുക ഞാൻ ചെല്ലണമെന്ന്.
കേക്കുന്നുണ്ടോ? ആ വേറൊന്നുമില്ല. അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. ഞാൻ വെക്കുകയാണ്. ഇടയ്ക്ക് വിളിക്കോ? ആ രാത്രി 10 മണിക്ക് ശേഷം വിളിച്ചാൽ മതി. അപ്പൊ ചാർജ് കുറയും. ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. Anything else, madam? Well, I want. Hi, Prakash. ഇരിക്കൂ. പ്രകാശ് കഴിച്ചോ? No. കൃഷ്ണ എന്താ പതിവില്ല റെസ്റ്റോറന്റിലൊക്കെ? ഇന്ന് ഞാൻ എന്റെ കുക്കിംഗ് ക്യാൻസൽ ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം കുട്ടികളുമായിട്ട് സൂവിൽ ചുറ്റിയടിക്കുകയായിരുന്നു. മൃഗങ്ങളെ കാണിക്കാനായിരുന്നു ഈ കുട്ടികളെ കൊണ്ടാ കണ്ണാടിയുടെ മുമ്പിൽ നിന്നാ പോരായിരുന്നോ? അതിലും നല്ലത് നിങ്ങളുടെ ഓഫീസിൽ കൊണ്ടിരുന്നല്ലേ? ആ അച്ഛൻ പ്രകാശിനെ തിരക്കിയിരുന്നു. പുള്ളി ഭയങ്കര ഇംപ്രസ്ഡ് ആയിരിക്കുക. ആഹാ, അതെന്നെ അടുത്തറിയാത്തോണ്ടുള്ള തെറ്റിദ്ധാരണയാ. അപ്പോ തല്ലിപ്പുള്ളിയാ? പിന്നല്ലാതെ. എനിക്ക് തോന്നുന്നില്ല. ഒരു മട്ടൻ കട്ട്ലറ്റ്, ഒരു ലിംക. What about you? ഒരു ഐസ്ക്രീം. സാർ ഇപ്പൊ കൊണ്ടുവരാം. തിരിച്ച് വീട്ടിലേക്കാണെങ്കിൽ ഒരു ലിഫ്റ്റ് തരാം. താങ്ക് യു. വെൽക്കം. ഇറങ്ങുന്നില്ലേ? ഇല്ല, ബൈ. ഓക്കെ ദെൻ ബൈ. എങ്ങനെ? മിസ്റ്റർ പ്രകാശിനെ ഒന്ന് കാണാൻ പറ്റുമോ? പ്രകാശ് ഇന്ന് ലീവാണ്. ഓ, ഞാൻ നാളെ വരാം. ഞാൻ നാളെ വിളിക്കട്ടാ. ദേ ഒന്ന് നിന്നേ. പ്രകാശിനെ അന്വേഷിച്ചു. ആരാന്നാ പറഞ്ഞേ? ഞാൻ ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പ്രകാശിന്റെ ഫ്രണ്ടാ. മുമ്പ് കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. പ്രകാശിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഞാൻ നാളെ കണ്ടോളാം. വേറൊന്നും കൊണ്ടല്ല, പ്രകാശിന്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഞാൻ, അതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. ഒന്നുമില്ലെന്നേ. അങ്ങനെ അങ്ങോട്ട് പോയല്ലോ പെങ്ങളെ. അത്യാവശ്യമാണെങ്കിൽ പ്രകാശിന്റെ അഡ്രസ് ഞാൻ തരാം. നമ്പർ 251 ഗാന്ധി നഗർ, 3rd സ്ട്രീറ്റ്. താങ്ക് യു. ആയിക്കോട്ടെ. പ്രകാശ് ആ ടൗൺ എടുത്തു തരൂ. താ. ഹായ് പ്രകാശ്. എന്റെ അമ്മേ. പ്രകാശ്, ആരാ അവിടെ? പ്രകാശ്, പ്രകാശ്, come here. എന്താണ് അമ്മാവാ? Who is there? അമ്മാവാ, എന്റെ ഫ്രണ്ടാണ് അമ്മാവാ. I won't allow anybody here. നിനക്കറിയാൻ പാടില്ലേ? പോകാൻ പറ അവനെ. അമ്മാവാ, എന്റെ ഒരു സുഹൃത്തു കൂടിയാണ് അമ്മാവൻ. അറിയാതെ വിട്ടുപോയതാ. അറിഞ്ഞോ അറിയാതെയോ ഒരാളും ഈ വീട്ടിൽ വന്നുകൂടാന്ന് പറഞ്ഞിട്ടില്ലേ നിന്നോട്? I will shoot him. Where is my gun? എന്റെ തോക്കവിടെ? അമ്മാവ തോക്കെടുക്കരുത് അമ്മാവ. അമ്മാവ, അവൻ അറിയാതെ വന്ന് പെട്ടുപോയതാ. മേലാണിത് ആവർത്തിക്കില്ല അമ്മാവ. നിന്നോട് ഇത് ഫസ്റ്റ് വാർണിംഗ് അല്ല, പരമാവശ്യം പറഞ്ഞിട്ടുണ്ട്. പ്രകാശ്, അമ്മാവ, സാധനങ്ങൾ ഉടക്കരുത്. അമ്മാവ പ്ലീസ്, ഈ ഒരു പ്രാവശ്യം ഒന്ന് ക്ഷമിക്കും അമ്മാവ. ഈ പ്രാവശ്യം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മേലാൽ ഇങ്ങോട്ട് വരരുതെന്ന് പറയണം. ഓ ശരി അമ്മാവ. എന്താ പ്രകാശ്? ആരാ? നോക്കി നിൽക്കാതെ പെട്ടെന്ന് കയറ്. ദൈവഭാഗ്യം, വെറും ദൈവഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് കൃഷ്ണൻ രക്ഷപ്പെട്ടത്. ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് തെറ്റിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആരായിരുന്നത്? ആഹാ, അപ്പൊ കഥകളൊന്നും അറിയില്ലല്ലേ? ഇല്ല. പട്ടാളത്തിൽ പോയി വട്ടളകിന്റെ അമ്മാവൻ. കേട്ടില്ലേ അവിടുത്തെ ബഹളങ്ങള്?
രണ്ട് ലോഹമായുധങ്ങൾ കണ്ട് ചീറിപ്പാഞ്ഞ് വരുന്ന വെടിയുണ്ടകൾക്ക് നേരെ നെഞ്ചു വിരിച്ചു കാട്ടി തോക്കുകൾ കൊണ്ട് മാത്രം കഥ പറയുന്ന അമ്മാവന്റെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾ പോലും വിറയ്ക്കും. തലനാരിയുടെ വ്യത്യാസത്തിന് കൃഷ്ണൻ രക്ഷപ്പെട്ടത്. ഹോ. എന്റെ ലൈഫിന്റെ ട്രാജഡിയാണത്. മനുഷ്യത്വം തൊട്ട് തെറിച്ചിട്ടില്ലാത്തൊരു മൃഗം. എന്നെ കാണാൻ ആരും വരുന്നു പുള്ളിക്ക് ഇഷ്ടമല്ല. 24 മണിക്കൂറും ഫിറ്റ്. പ്രകാശ് എന്തിനാ ഇങ്ങനെ ഒരാളിന്റെ കൂടെ ജീവിക്കുന്നത്? എന്തൊക്കെയായാലും രക്തബന്ധമല്ലേ. അയാളാണെങ്കിൽ വിവാഹമൊന്നും കഴിച്ചിട്ടുമില്ല. കൃഷ്ണൻ ഒരിക്കലും അങ്ങോട്ട് വരരുത്. അയാൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അയ്യോ, ഞാൻ വരില്ല. ഇന്ന് വന്നത് തന്നെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ആ തടിയൻ, മീശയില്ലാത്ത കുള്ളൻ. ആര്, ചാക്കോച്ചനോ? ആ, അയാൾ അഡ്രസ് തന്നുകൊണ്ടാ. എന്റെ പൊന്നെ, ചാക്കോച്ചൻ പറയുന്നൊന്നും ദൈവത്തോട് വിശ്വസിക്കില്ലേ? ഇല്ല, ഞാൻ വന്നത് എന്റെ ഒരു ബുക്ക് ഇന്നലെ കാറിൽ വെച്ച് മറന്നുപോയി. ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച പ്രസന്റാ. ഞാൻ കരുതി അതെനിക്കുള്ളതായിരിക്കും. ആ, അങ്ങനെ കരുതി പോയതുകൊണ്ട് ഇനി ഞാനത് തിരിച്ചു തരില്ല. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇപ്പൊ പ്രാന്തില്ല, പക്ഷെ നിങ്ങൾ എനിക്ക് പ്രാന്ത് പിടിപ്പിക്കും. എന്താന്ന്? നിങ്ങൾ എന്തിനാ പെണ്ണിനെ വീട്ടിലോട്ട് പറഞ്ഞേച്ച്? ആരെ? ആ ദൂരദർശനിൽ അന്വേഷിച്ചൊന്നുമില്ല ഒരു പെണ്ണ്, ആ ഹിന്ദുസ്ഥാനിയുടെ മോള്. ഓഹോ, അപ്പൊ അതാണ് ഹിന്ദുസ്ഥാനിയുടെ മോളല്ലേ? അത് ശരി. വീട്ടിലേക്ക് അയച്ചോണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? നിങ്ങൾക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാവണ്ട. ഇതോ? ആ, ഇതെന്താന്നാ ഞാൻ ചോദിച്ചത്. സത്യം പറ പ്രകാശേ, എന്താ ഇതിന്റെ ഒരു ലൈൻ? ഓ, അങ്ങനെയൊന്നും ഇല്ലെന്ന്. അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഒന്നുലീ വേണ്ടാന്ന്. അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഒന്നുലീ വേണ്ടൂ. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? എങ്ങനെ എങ്ങനെ? അത്രയ്ക്കൊന്നും ഇല്ല. അത് പിന്നെ കള്ളച്ചെക്ക, എനിക്ക് നിന്നെ അറിയില്ലേ ചൂട്ടാങ്കി. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, സുമിത്ര എറണാകുളത്ത് പോവാന്ന് പറഞ്ഞപ്പോ എന്തൊരു വെപ്രാളായിരുന്നു നിനക്ക്. ജീവിതത്തിന്റെ താളം തെറ്റി, ഉറക്കം വരണില്ല. ഇപ്പൊ നിനക്ക് ശരിക്കും ഉറക്കം വരണ്ട. ദേ ചാക്കോച്ച, നിങ്ങൾ വിചാരിക്കുന്ന പോലെ വേണ്ട, ന്യായീകരണമൊന്നും പറയണ്ട. ഓലപ്പടക്കത്തിനാ തീ പിടിച്ചിരിക്കണേ. സൂക്ഷിച്ചു കളിച്ചോ. അനുഭവം ഉള്ളതുകൊണ്ട് പറയണതടാ മോനെ.